രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ മുഴുവനും ആശയക്കുഴപ്പമാണ്. ഉറപ്പിച്ചു പറഞ്ഞ AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പോലും ഇന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് രാഹുലിനല്ലാതെ മറ്റാർക്കും അറിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആദ്യം പറഞ്ഞത് VT ബൽറാമാണ്. അത് പതിവ് പോലെ ഫേസ്ബുക്കിലായതിനാൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രം. സുരക്ഷിതമായി വയനാട്ടിൽ I ഗ്രൂപ്പിനെ വെട്ടി അനുയായി സിദ്ദിഖിന് സീറ്റ് മേടിച്ചതാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയാണ് രാഹുലിന്റെ പേര് കേരളത്തിലേക്ക് ആദ്യം കൊണ്ടുവന്നത്. രാഹുൽ വയനാട്ടിലേക്ക് മത്സരിക്കണമെന്ന് മാത്രമേ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അതുതന്നെയാണ് ഉമ്മൻചാണ്ടി ആദ്യം പറഞ്ഞത്. പിന്നാലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരെ പ്രത്യേകം വിളിച്ച യോഗത്തിൽ രാഹുൽ വയനാട്ടിൽ മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. അപ്പോഴും ഉറപ്പിക്കാതിരുന്ന രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ആവർത്തിച്ചുറപ്പിച്ചത് ഉമ്മൻചാണ്ടി തന്നെയാണ്. KPCCയുടെ അഭ്യർത്ഥന മാനിച്ച് രാഹുൽ വയനാട്ടിലേക്ക് വരികയാണെന്ന് ഉമ്മൻചാണ്ടി തറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തലേന്ന് പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോയ ഉമ്മൻചാണ്ടി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം രാഹുൽ കൂടി തീരുമാനിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഖ്യാതിയുമില്ല. അത് വെറും ആഗ്രഹം മാത്രമല്ലാതെ ഒരു ധാരണയും ഇല്ല എന്ന് വ്യക്തമാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയേക്കും എന്ന ഉമ്മൻചാണ്ടിയുടെ അപ്രതീക്ഷിത വെളിപ്പെടുത്തലുണ്ടായത്. ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വയനാട് സീറ്റിൽ നിന്ന് പിന്മാറിയതായി T സിദ്ദിഖും പ്രഖ്യാപിക്കുകയായിരുന്നു. ആവേശത്തിലായ അണികൾ രാഹുൽ ഗാന്ധിക്കായി പ്രചരണവും ആരംഭിച്ചു. എന്നാൽ രാത്രി ഇറങ്ങിയ സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടിനെ കാണാനില്ല. രാവിലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതിനെയും കാണാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ട് നേതാക്കൾ ഹൈക്കമാൻഡിൽ സമ്മർദ്ദവും ചെലുത്തിയത്. ആശയക്കുഴപ്പം ഇല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും രാഹുലാണ് തീരുമാനം എടുക്കേണ്ടതെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. തീരുമാനം നീളുന്നു എന്നറിഞ്ഞതോടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാവിലെ കോഴിക്കോട് നടത്താനിരുന്ന വാർത്താ സമ്മേളനവും റദ്ദാക്കിയിരുന്നു. പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുമ്പോഴും രാഹുലിന്റെ മനസ്സറിയും മുൻപേ എന്തിനാണ് ഇക്കാര്യം തെരുവിൽ ചർച്ചയാക്കിയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.